കഷ്ടതയുടെ നടുവിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിലെ നമ്മൾ സഹകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും നമ്മളെ കൈവിടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളുടെ നടുവിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഇയ്യോബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയ്യോബിന് സകലതുമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്ന് നിറഞ്ഞു. അവൻ്റെ ശരീരത്തിൽ വരെ രോഗങ്ങളായി. അവനെ എല്ലാവരും മാറ്റി നിർത്താൻ തുടങ്ങി. അവൻ ഒറ്റപ്പെട്ടു തുടങ്ങി. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് അതിനകത്ത് അവൻ ഉറച്ചു നിന്നു. ദൈവം അവനെ വിടുവിക്കും എന്നുള്ള കാര്യത്തിൽ അവന് ഉറച്ചു നിന്നു. അവൻ്റെ കൂടെ സഹകരിച്ചിരുന്ന പലരും അവനെ പരിഹസിക്കാൻ തുടങ്ങി. ഈ ദൈവത്തെ തള്ളിക്കളയാൻ ഇവർ പറഞ്ഞു. പക്ഷേ ആ ദൈവത്തിൽ മാത്രം അവൻ ഉറച്ചു നിന്നതുകൊണ്ട് ദൈവം അവന് സകലതും തിരികെ കൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഇയ്യോബ്. ആ ഇയ്യോബ് ദൈവത്തെ അവൻ്റെ കഷ്ടതകളിൽ മുറുകെ പിടിച്ചതുകൊണ്ട് അവൻ്റെ പ്രയാസങ്ങളിൽ ദൈവം ഇറങ്ങി വന്നു എന്ന് പറയാൻ സാധിക്കും. ദൈവം അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും അവൻ അതിനകത്ത് ദൈവത്തിൻ്റെ ആ ഒരു വിശ്വസ്തതയിൽ അവൻ ഉറച്ചു നിന്നു. ദൈവമക്കളെ, നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തെ തള്ളിക്കളയാതെ നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുകയാണെങ്കിൽ ആ കഷ്ടതയുടെ അപ്പുറത്ത് നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് നടത്താൻ ദൈവത്തിന് സാധിക്കും. ഈ ലോകത്തിലുള്ളവർ പലരും പല വാക്കുകളും പറഞ്ഞ് നമ്മെ തള്ളിക്കളയാം. നമുക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കുന്ന ചില സാഹചര്യങ്ങളാണ് അതൊക്കെ. ആ സാഹചര്യത്തിനകത്തും ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവുമായിട്ട് കൂടുതലായിട്ടുള്ള ബന്ധം നമുക്ക് കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ കഴിയണം. പ്രാർത്ഥനയിലൂടെ കൂടുതലായിട്ട് ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചാൽ, ദൈവവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ലോകക്കാർ നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മെ പരിഹസിച്ചാലും നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മൾ വിഷമിക്കുന്ന ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകും. ഈ ദിവസങ്ങളിൽ നിങ്ങളെ അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.